ആയിരുന്നുവോ? ഇന്ന് എനിക്ക് അത്രയും വയസ്സായി, പക്ഷേ അച്ഛൻ മാത്രം തിരിച്ചു വന്നില്ല. ഇനി അച്ഛൻ വരില്ല എന്ന് എനിക്കറിയാം. ഞാൻ അയക്കുന്ന മെസ്സേജ് വേസ്റ്റ് ആണെന്നും എനിക്കറിയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സങ്കടത്തോടെ പറഞ്ഞ് മർഫി കരയുന്നു. ഇതൊക്കെ കണ്ട് കൂപ്പറും മനസ്സ് തകർന്ന് ഉറക്കെ കരയുന്നു. ഇതേ സമയം മർഫി ഭൂമിയിൽ ആ പ്രൊഫസർ ബ്രാൻഡിന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും ഇക്വേഷൻ സോൾവ് ചെയ്ത് ഭൂമിയിലുള്ളവരെ വെളിയിൽ കൊണ്ടുപോകണമെന്ന ലക്ഷ്യത്തോടെയാണ് അവൾ പ്രൊഫസർ ബ്രാൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാലം കടന്നു പോവുകയാണ്. അങ്ങനെ പ്രൊഫസർ ബ്രാൻഡിന് വയസ്സായി, മരണക്കിടക്കയിലായി. അങ്ങനെ മരിച്ചു പോകുന്ന സ്റ്റേജിലിരിക്കുന്ന പ്രൊഫസർ ബ്രാൻഡിനെ കാണാൻ വന്ന മർഫിയോട് പ്രൊഫസർ ഒരു കാര്യം പറയുന്നു. അതായത് പ്ലാൻ എ അത് ഒരിക്കലും നടക്കില്ല. ഈ ക്വാണ്ടം ഇക്വേഷൻസ് ഒക്കെ വെറുതെയാണ്. നമ്മളെ കൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള സ്പേസ് ഷിപ്പ് നിർമ്മിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല ഇവിടെയുള്ള മനുഷ്യരെ രക്ഷിക്കാനും പറ്റില്ല. ആകെ നടക്കുന്നത് പ്ലാൻ ബി ആണ്. നിന്റെ അച്ഛൻ കൊണ്ടുപോയ ഹ്യൂമൻ ഫെർട്ടിലൈസ്ഡ് എഗ് വെച്ച് പുതിയ മനുഷ്യ തലമുറയെ സൃഷ്ടിക്കുക മാത്രമേ നടക്കുകയുള്ളൂ. ഇത് കേട്ട് മർഫിക്ക് വളരെയധികം സങ്കടമാകുന്നു. കാരണം അവൾക്കിനി അവളുടെ അച്ഛനെ ഒരിക്കലും കാണാൻ പറ്റില്ല എന്നോർത്ത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊഫസർ ബ്രാൻഡ് മരിക്കുന്നു. അന്നേരം മർഫി ഇക്കാര്യങ്ങളൊക്കെ എന്റെ അച്ഛന് അറിയാമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ മറുപടി നൽകുന്നതിന് മുമ്പ് തന്നെ പ്രൊഫസർ ബ്രാൻഡ് മരിച്ചിരുന്നു. ശേഷം മർഫി ഈ കാര്യങ്ങളൊക്കെ കൂപ്പറിനും കൂട്ടർക്കും മെസ്സേജായി അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ മെസ്സേജ് കിട്ടിയ സമയത്ത് തന്നെ കൂപ്പറും കൂട്ടരും അടുത്ത പ്ലാനറ്റായ മാൻസ് പ്ലാനറ്റിലേക്ക് പോവുകയാണ്. ഡോക്ടർ മാൻ ആണ് ഈ പ്ലാനറ്റ് കണ്ടുപിടിച്ചത്. ഈ ഗ്രഹം മുഴുവൻ